ാണ് രാഹുൽ പ്രസംഗം തുടങ്ങിയത്. മോദിയെ നിയന്ത്രിക്കുന്നത് ട്രംപാണെന്നും അതുപോലെ മോദി പിണറായിയെ നിയന്ത്രിക്കുന്നുവെന്നും പറഞ്ഞ് വിമർശനമുന LDFിലേക്കും തിരിച്ചു. പിന്നാലെയാണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിച്ച ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടായത്. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നും പ്രഖ്യാപനം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ബിസിനസ് തുടങ്ങാൻ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുമെന്നും മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. നേതാക്കൾ ഒന്നിച്ചു നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുവെച്ചതോടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. So the first guarantee is a free bus travel for all women in KSRTC buses. Welfare pensions increased to 3,000 rupees a month. കേരളത്തിലും സ്നേഹത്തിന്റെ കട തുറക്കാൻ ഗ്യാരണ്ടികൾ കോൺഗ്രസിനെ സഹായിക്കുമോ?